മഞ്ഞ കൊളസ്ട്രോൾ ആണ് കേട്ടോ. ഇല്ലില്ല, അത് വെറും മണ്ടത്തരവാ. ഈ മുട്ടയുടെ ഒരു മുട്ടയുടെയോ 2 മുട്ടയുടെയോ മഞ്ഞ കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഒരിക്കലും കൂടാൻ പോകുന്നില്ല. അതെങ്ങനെയോ നമ്മുടെ ഇടയിൽ വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. പഠനങ്ങളെല്ലാം പറയുന്ന 1-2 മുട്ട ഫുള്ളായിട്ട് കഴിക്കുന്നത് സേഫ് ആണെന്ന്. എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോൾ കൂടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ആവശ്യത്തെക്കാട്ടിലും കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ ആവശ്യത്തെക്കാട്ടിലും കൂടുതൽ കലോറി നമ്മുടെ ബോഡിയിൽ കയറും, ഒരു ആവശ്യമുള്ളതിനെക്കാട്ടിലും. ഈ കലോറി എല്ലാം കൂടെ, എക്സസ് കലോറി എല്ലാം കൂടെ ലിവറിൽ ചെന്ന് ഫാറ്റും കൊളസ്ട്രോളും ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ ആണ് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടാനുള്ള പ്രധാന കാരണം. അല്ലാതെ നമ്മളിങ്ങനെ മുട്ടയുടെ മഞ്ഞ കഴിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഒരു മഞ്ഞ ഇല്ലാതെ ഒരു മുട്ട കഴിക്കുന്നത് വെറും വേസ്റ്റാണ്. ഒരു വെള്ളയും മഞ്ഞയും കൂടെ ഒരുമിച്ച് കഴിച്ചാലേ അതൊരു കംപ്ലീറ്റ് ഫുഡ് ആവത്തുള്ളൂ. ഒരു മുട്ടയിൽ നിന്നാണ് ഒരു കോഴിക്കുഞ്ഞിൻ്റെ ജീവനുണ്ടായ ഒരു കോഴിക്കുഞ്ഞിനെ മുഴുവൻ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം ഒരു ജീവനെ നിലനിർത്താനുള്ള എല്ലാ ന്യൂട്രിയൻസും ഉള്ള ഒരു ഫുഡാണ് മുട്ട. ഫുൾ മുട്ടയായിട്ട് എടുക്കണം. വെള്ളയും മഞ്ഞയും കൂടെ. വെള്ളം മാത്രമായിട്ട് കഴിക്കുന്നത് വെറും വേസ്റ്റ് ആണ്. എല്ലാവർക്കും 1-2 മുട്ട ഡെയിലി സേഫ് ആയിട്ട് കഴിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ എല്ലാ ദിവസവും 1-2 മുട്ട റെഗുലറായിട്ട് കഴിക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാം ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പേടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് അകറ്റാം. എങ്ങനെയോ വന്നുകൂടി ഒരു തെറ്റിദ്ധാരണയാണ്. മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത്.